പുരുഷപീഡനം. ഇന്ന് കുറച്ച് ദിവസമായിട്ട് നമുക്കറിയാം ഈ ദീപകിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും പൊതുരംഗത്തുമൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ പുരുഷപീഡനം, പുരുഷൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സമൂഹത്തോട് നമ്മൾ തുറന്നു പറയുമ്പോൾ സമൂഹം സാധാരണഗതിയിൽ ചിരിക്കുകയാണ് പതിവ്. അതിന് പ്രധാന കാരണം പുരുഷനല്ലേ, നിങ്ങളത് സഹിക്കണം, പുരുഷന് അത് സഹിക്കാനുള്ള കഴിവുണ്ട്, പുരുഷൻ കരയാറില്ല എന്നൊക്കെയുള്ള ചില അബദ്ധധാരണകൾ കൊണ്ടാണത്. എന്നാൽ ഈ പുരുഷ പീഡനം സ്ത്രീ പീഡനം പോലെ തന്നെയാണ്. പീഡനത്തിന് അങ്ങനെ ലിംഗഭേദമൊന്നുമില്ല. വേദനയ്ക്ക് ലിംഗഭേദമില്ലാത്തത് എന്നതുപോലെ തന്നെ പീഡനങ്ങൾക്കും ഈ പറയുന്ന ലിംഗഭേദമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പീഡിതരെ എല്ലാവരെയും അംഗീകരിക്കുമ്പോഴാണ് സമത്വം എന്നുള്ള ഒരാശയം ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു പുരുഷനായി പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ ദുർബലനുമല്ല, നിങ്ങൾ ഒറ്റയ്ക്കുമല്ല, നിങ്ങളുടെ വേദന മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. ഈ സ്ത്രീ പീഡിതരെ അംഗീകരിക്കുന്നത് പോലെ, അവർക്ക് വേണ്ടി ഘോരഘോരമായി വാദിക്കുന്നത് പോലെ തന്നെ പുരുഷ പീഡിതരെയും കാണുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ട് ഉള്ള ഒരു ചുമതല ഈ സമൂഹത്തിനുണ്ട്. സ്ത്രീയെ പിന്തുണയ്ക്കുന്നത് പോലെ തന്നെയാണ് പുരുഷ പീഡിതരെയും അംഗീകരിക്കുന്ന കാര്യം. അത് വിരുദ്ധങ്ങളായ ഒരവസ്ഥയല്ല. ഇരു കൂട്ടരെയും, സ്ത്രീ പീഡിതരെയും പുരുഷ പീഡിതരെയും നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് സമത്വം എന്നുള്ളത് ഈ സമൂഹത്തിലുണ്ടാകുന്നത്. ഇത് കേൾക്കുന്നവരെ നിങ്ങൾ ശരിക്കും സ്ത്രീക്ക് വേണ്ടിയോ പുരുഷന് വേണ്ടിയോ ഒറ്റതിരിഞ്ഞ് മാറി മാറി വാദിക്കാതെ നിങ്ങൾ പീഡിതരെ കണ്ടെത്തുകയും അവരെ വിശ്വസിക്കുന്നവരാവൂ, അവരെ പിന്തുണയ്ക്കുന്നവരാവൂ, അവരുടെ ശബ്ദമാവും. കാരണം ശരിക്കും ഈ സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കേൾക്കപ്പെടാനുള്ള അവകാശം നൽകുന്നിടത്താണ്. താങ്ക് യു.